ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 7 മണി. ഞാൻ രാവിലെ 7 മണിക്കാണ് എന്നും എൻ്റെ പ്രഭാത സവാരി നടത്താറുള്ളത്. ഇതൊക്കെ എൻ്റെ വീട്ടിൻ്റെ മുൻവശത്തുള്ള റോഡുകളൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് വന്നു. കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ അവിടെ വന്ന് അതൊക്കെ കണ്ടു. നേരെ തൊട്ടടുത്ത് കുട്ടികൾ സ്കേറ്റിംഗ് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാരൻസും ഒക്കെ ഉണ്ട് അവിടെ. മിക്കതും അമ്മമാർ തന്നെയാണ്, സാധാരണ അമ്മമാർ തന്നെയാണ് മക്കളുടെ ഓരോ പരിപാടിക്കും പോകുന്നത്. കുട്ടികൾ വളരെ സന്തോഷത്തിൽ ഇത് പഠിക്കുന്നുണ്ട്. കുറേ കുട്ടികളൊക്കെ ജസ്റ്റ് പഠിക്കുന്നേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, വീഴുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ട് ചില പിള്ളേർ ഒരു കാലിലൊക്കെ ചെയ്യുന്നത് കണ്ടു. ഭയങ്കര രസം തോന്നി. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. സാധാരണ ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല, പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ ഈ സ്കേറ്റിങ്ങൊക്കെ പഠിക്കുന്നതൊക്കെ കാണണമെന്ന് തോന്നി. അമ്പലത്തിൻ്റെ ഇത് എവിടെയുള്ളതെന്ന് വെച്ചാൽ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. എല്ലാവർക്കും ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. തിരിച്ച് അമ്പലത്തിലേക്കൊന്നും പോകാൻ നിന്നില്ല, കാരണം ഭക്തന്മാരൊക്കെ വരുന്നതേ ഉള്ളൂ. സമയം രാവിലെ ആണല്ലോ, അപ്പം ഒന്നും തുടങ്ങിയിട്ടില്ല. ഇത് അമ്പലത്തിൽ ഉള്ള എന്തോ ഒരു നാഗപുഷ്പം എന്തോ പറയുന്നുണ്ട്. ഇത് ഭയങ്കര വിശിഷ്ട, ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ കാണുന്നത് നല്ലതാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. നേരെ ടൗണിലേക്ക് പോയി. അവിടെ വിഷു വിപണന മേള നടക്കുകയാണ്. അപ്പം ഞാൻ നടന്ന് അവിടെ എത്തി. അപ്പോൾ അതൊക്കെ കണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആയതുകൊണ്ട് എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ചെടികളൊക്കെ പുറത്ത് ഇങ്ങനെ കാണാം. പിന്നെ പായസം ഇതൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നേരം വെളുക്കുന്നതേ ഉള്ളൂ, ആളുകളെല്ലാം ടൗണിലേക്ക് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറെ പ്രദർശനമേള നടക്കുന്നുണ്ട് ടൗൺ സ്ക്വയറിൽ. പിന്നെ തൊട്ടടുത്ത് കുട്ടികൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വിപണന മേള കാണാം. ബെഡ്ഷീറ്റാണ് 500 രൂപയ്ക്ക് 2 എണ്ണം. ഇത് കണ്ടോ, ആളുകളൊക്കെ ജസ്റ്റ് കുട്ടിയൊക്കെ കിടന്നുറങ്ങുന്നത് കാണാം. എല്ലാവരും ഇപ്പോൾ അവരുടെ ഭാണ്ഡക്കെട്ടുകളൊക്കെ അഴിച്ച് പ്രദർശനത്തിനായി നിരത്തുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളും കണ്ട് ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ ഇവിടെ പൂ വിൽപ്പന ഉണ്ട്. പിന്നെ ഇത് ബെഡ്ഷീറ്റ് തന്നെ. പിന്നെ ഇത് ടീഷർട്ട്, പിന്നെ അണ്ടർവെയർ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിൽപ്പന സാധനങ്ങൾ. ഇപ്പോൾ 2-3 പേര് വന്ന് സാധനങ്ങളൊക്കെ ചോദിക്കുന്നത് കാണാം, വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ വലിയൊരു മൺപാത്രങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അവരും കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുകയാണ്. പിന്നെ മുണ്ട്, പിന്നെ ചെറിയ ചെറിയ ടോയ്സ്, ചെറിയ 50 രൂപക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞാനങ്ങനെ നടന്ന് അവസാനം ഇവിടെ എത്തി. ഇവിടെയുള്ള ചെറിയ കമ്മൽ, ഇതൊക്കെ വിൽക്കുന്ന ചെറിയ ഷോപ്പാണ്. അപ്പോൾ ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ വീണ്ടും തുണിത്തരങ്ങൾ തൂക്കിയിട്ടത് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ട് പുറത്ത് വെക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ നടന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ സമയം 8:30 ഇത്തവണ വിഷുവും അമ്പലത്തിലെ ഉത്സവമൊക്കെ ഒരുമിച്ച് വന്നതുകൊണ്ട് നടക്കാൻ നല്ല രസമുണ്ട്, കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ഗുഡ് ബൈ.